എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ പറയുമ്പോ, നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോ, മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചുമെല്ലാം വാഴ്ച കേൾക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു ഭയവും മാറ്റവും ഉണ്ടാകാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടല്ലോ, അല്ലാഹുവേ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഒരു സഹാബി കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടുകയാണ്. കരഞ്ഞു വിളിച്ചുകൊണ്ട് മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ ഈ സ്വഹാബി ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. അല്ലാഹുവേ, എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയാണ് ഹല്ലല മുനാഫിക്കായത്? അവിടെന്ന് വിളിച്ചു പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഓരോ സഹാബികളും കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നീ എങ്ങനെയാ മുനാഫിക്കായത്? അവിടെന്ന് പറയുകയാ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് നരകവും ഖബറും പരലോകവും മഹ്ശറയും എല്ലാം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുമ്പോ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു, എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. അല്ലാഹുവേ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസമാ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് ദുനിയാവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചിന്തകൾ മുഴുവനും മാറുകയാണ്, ആ പേടി അങ്ങ് കുറയുകയാണ്. പടച്ചവനെ, അതുകൊണ്ടാണ് കരഞ്ഞു വിളിക്കുന്നത്. അല്ലാഹുവേ, സ്വഹാബി അവിടെന്ന് പറയുമ്പോ കേട്ടവരുടെയും കണ്ണ് നിറയുകയാണ്. പറയുന്നത് സത്യമാണല്ലോ, ഞങ്ങളും ഖബറിനെ കുറിച്ചും നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ വല്ലാത്ത പേടിയാ. പക്ഷേ ഇറങ്ങി വെളിയിൽ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയും മക്കളുമായി ഞങ്ങളൊക്കെ അതാ സഹകരിക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ മറന്നു പോകുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞു കൊണ്ടുവന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് സമാധാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടുന്ന് സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ? സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്നെ സ്വഹാബത്തിനോട് അവിടുന്ന് പറയുകയാ, ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും സ്വഹാബാ. എന്റെ പ്രിയമുള്ളവരെ, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളുടെ ഈമാൻ പ്രകാശിപ്പിക്കാനുള്ള വഴി എന്തെന്നറിയുമോ? നിങ്ങളുടെ ഈമാനിന്റെ പ്രകാശം നിങ്ങളുടെ മുഖത്തേക്ക് കൊണ്ടുവരാനുള്ള വഴി എന്തെന്നറിയുമോ? അതാ മരിച്ചു കിടക്കുന്ന സമയത്ത് കാണാൻ വരുന്നവരുടെ അല്ലാഹുവേ വെള്ളത്തുടിയിൽ പൊതിച്ച് നിന്റെ വീടിന്റെ അകത്ത് കിടത്തുമ്പോ നിന്റെ ജനാസ കാണാൻ വരുന്നവർ നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുന്ന സമയത്ത് അവൻ അത്ഭുതത്തോടെ നിന്റെ മുഖത്ത് നോക്കിയിട്ടല്ലോ, എന്തൊരു പ്രകാശമാല്ലോ, എന്തൊരു ചൈതന്യമാണല്ലോ, എന്തൊരു പുഞ്ചിരിയാണല്ലോ, എന്ത് നല്ല മരണമാണല്ലോ. പടച്ചവനെ, എനിക്കും ഇതുപോലെ ഒരു നല്ല മരണം തരണേ എന്ന് മയ്യത്ത് കണ്ടിട്ട് പോകുന്നവൻ പോലും ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് ഇറങ്ങി പോകുന്ന ഒരു നല്ല യാത്ര നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈമാൻ വർദ്ധിക്കാറുള്ള, ഈമാൻ പ്രകാശിപ്പിക്കാറുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? സഹാബാ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ദുആ ചെയ്യുമല്ലോ, നമ്മളൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവരെ, സ്വർഗ്ഗം തരണേ, അല്ലാഹുവേ ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം തരണേ, അല്ലാഹുവേ നല്ല മക്കളെ തരണേ, സാലിഹത്തായ ഭാര്യയെ തരണേ, കച്ചവടത്തിൽ ബർക്കത്ത് തരണേ, നല്ല മരണം തരണേ, ഖബറിന്റെ അകത്ത് രക്ഷപ്പെടുത്തണേ. എല്ലാവരും ദുആ ചെയ്യുമല്ലോ, എല്ലാവരും ദുആ ചെയ്യുമല്ലോ. പക്ഷേ ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? പടച്ചറപ്പേ, എന്റെ ഈമാൻ നീ വർദ്ധിപ്പിച്ച് തരണേ അല്ലാ, എന്റെ ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ അല്ലാ. ആരെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? ആരെങ്കിലും